യേശു പലപ്പോഴും യെരുശലേം ദേവാലയത്തിൽ പോയതായി നാം വായിക്കുന്നു. യേശു ദൈവാലയത്തിൽ പോയ സന്ദർഭങ്ങൾ ധ്യാനിക്കുന്നത് ഉചിതമാണ്. യേശു ആദ്യമായി ദൈവാലയത്തിൽ വരുന്നത് ഒരു ശിശുവായിരിക്കുമ്പോൾ ആണ്. കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2:23-24 വചനങ്ങളിൽ പ്രതിപാദിക്കുന്നു. യേശുവിന് വേണ്ടി കാത്തിരുന്ന ശീമോൻ യേശുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ലൂക്കോസ് 2:28-29 വചനങ്ങൾ. ആ സമയം ആ ദൈവാലയത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചിരുന്ന ഹന്ന എന്ന പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ യേശുവിനെ കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. യേശു ഉള്ള സ്ഥലത്ത് സമാധാനവും ശാന്തിയും ഉണ്ട്. യേശു നാമാകുന്ന ദൈവമന്ദിരത്തിൽ വാസം ചെയ്യുമ്പോൾ അവിടെ ശാന്തിയും സ്തുതികളും ഉയരും, അവിടെ സന്തോഷവും ഉണ്ടാകും. യേശുവിന്റെ രണ്ടാമത്തെ ദൈവാലയ പ്രവേശനം എന്ന് പറയുന്നത് 12-ാമത്തെ വയസ്സിലാണ്. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ യേശു മാതാപിതാക്കളുടെ കൂടെ ഇല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവനെ കാണാതെ അന്വേഷിച്ചുകൊണ്ട് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. ലൂക്കോസ് 2:46-47 വചനങ്ങൾ. യേശു ഉള്ളയിടത്ത് വിവേകവും പരിജ്ഞാനവും ഉണ്ട്. ദൈവം നാം ആകുന്ന മന്ദിരത്തിൽ വസിച്ചാൽ അവിടെ പരിജ്ഞാനവും വിവേകവും ഉണ്ടാകും. വീണ്ടും യേശു കൂടാര പെരുന്നാൾ വേളയിൽ യെരുശലേമിൽ പോയതായി നാം കാണുന്നു. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. യോഹന്നാൻ 7:14. അവിടെ വെച്ച് യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എല്ലാം കൂടി എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 7:37-38 വചനങ്ങൾ. യേശു നാം ആകുന്ന മന്ദിരത്തിൽ വസിച്ചാൽ ജീവജല നദി നമ്മിൽ നിന്നും ഒഴുകും. ആ നദി പലർക്കും കുളിർമ നൽകും. യേശു വീണ്ടും പരസ്യ ശുശ്രൂഷയുടെ സമാപന സമയത്ത് ദൈവാലയത്തിൽ പ്രവേശിച്ചതായി നാം കാണുന്നു. അവൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കപടഭക്തിയെ ശാസിച്ചു. ദൈവാലയത്തിന് യോജിക്കാത്ത പലതിനെയും പുറത്താക്കി. നാം ആകുന്ന മന്ദിരത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത അശുദ്ധി കടന്നു വന്നിട്ടുണ്ടോ? അശുദ്ധിയുള്ളിടത്ത് ദൈവം വസിക്കുന്നില്ല. നാം ദൈവത്തിന്റെ മന്ദിരം ആണെങ്കിൽ നമ്മെ ശാസിക്കാനും ശിക്ഷിക്കാനും ദൈവത്തിന് അധികാരമുണ്ട്. ദൈവം നാം ആകുന്ന മന്ദിരത്തിൽ വസിച്ചാൽ അവിടെ ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ആനന്ദഘോഷങ്ങൾ ഉണ്ടാകും, പരിജ്ഞാനവും വിവേകവും ഉണ്ടാകും. അവരിൽ നിന്നും ജീവജലം ഒഴുകും. നമ്മുടെ ശരീരമാകുന്ന ദൈവമന്ദിരങ്ങളിൽ അശുദ്ധി കടന്നുകൂടാതെ സൂക്ഷിക്കണം. അശുദ്ധി ഉണ്ടെങ്കിൽ മന്ദിരത്തിൽ വാസം ചെയ്യുന്നത് സാത്താനായിരിക്കും. സാത്താൻ വാസം ചെയ്യുന്ന മന്ദിരത്തിൽ നിന്നും ഒഴുകി വരുന്നത് വിദ്വേഷവും കോപവും പകയും ഭിന്നതയും കലഹവുമാണ്. എന്നാൽ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരത്തിൽ പരിശുദ്ധാത്മാവിന്റെ 9 ഗുണങ്ങൾ പ്രവഹിക്കുവാനിടയാകും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഗലാത്യർക്ക് ലേഖനം 5:22-23 വചനങ്ങൾ. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവം ശക്തിയും കൃപയും ഏവർക്കും നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ?
എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.